വിഷ്ണു തുടരുക. ഇപ്പോൾ വി കെ ശ്രീകണ്ഠൻ MP നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീകണ്ഠൻ, താങ്കൾ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ചർച്ച നടത്തിയതാണ് ഇപ്പോൾ വാർത്തയായിരിക്കുന്നത്. എന്തായിരുന്നു താങ്കളുടെ ചർച്ചയുടെ ഉദ്ദേശം? ചർച്ച നടത്തി എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ഒരു വ്യാഖ്യാനല്ലേ? സംസാരിച്ചത് ഹലോ, അങ്ങനെ പറ. അതായത് ഞാൻ താമസിക്കുന്ന ഹോട്ടൽ അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ റെസ്റ്റോറന്റിൽ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ കടന്നു വന്നു. കണ്ടപ്പോ സൗഹൃദം സംഭാഷണമൊക്കെ നടത്തി. അതൊരു ചർച്ച എന്നുള്ള നിലയിലേക്ക് കാണേണ്ട കാര്യം. നിങ്ങള് തലയിൽ മുണ്ടിട്ടിട്ടാണല്ലോ നിങ്ങളൊക്കെ നടക്കുന്നത്. ഞാനൊരു പൊതുപ്രവർത്തകനാ, ഒരു ജനപ്രതിനിധിയാ. പാലിക്കേണ്ട മിതത്വം ജാഗ്രതയൊക്കെ എനിക്കറിയാം. അത് നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട. താങ്കൾ രാഷ്ട്രീയ പ്രവർത്തകനാണ്, രാഹുൽ മാങ്കൂട്ടത്തിലും രാഷ്ട്രീയ പ്രവർത്തകനാണ്. സ്വാഭാവികമായും ഇങ്ങനെ കൂടിക്കാഴ്ചകളൊക്കെ രാഷ്ട്രീയം സംസാരിക്കേണ്ടി വരുമല്ലോ. അതിന് എന്ത് ജാഗ്രതയാ താങ്കൾ ഉദ്ദേശിച്ചത്? താങ്കളും അദ്ദേഹവും രാഷ്ട്രീയം സംസാരിച്ചിട്ടുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. അത് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളോട് പറയേണ്ട കാര്യമുണ്ടോ? ഇത്തരത്തിലാണോ ചോദിക്കുന്നത്? നിങ്ങള് ഞാൻ ചോദിക്കട്ടെ, ഒരാൾ കാണുമ്പോ രാഷ്ട്രീയം മാത്രമേ സംസാരിക്കാറുള്ളൂ? മനുഷ്യന്മാരല്ലേ, വ്യക്തിത്വമല്ലേ ഓരോരുത്തർക്കും? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സൗഹൃദ സംഭാഷണം നടത്തി, സംസാരിച്ചു, കണ്ടു. അവിചാരിതമായി കണ്ടാൽ സംസാരിക്കുമല്ലോ. രാഷ്ട്രീയ ചർച്ച നടത്തുന്നത് ഹോട്ടലിലെ റെസ്റ്റോറന്റിൽ വെച്ചാണോ? ശ്രീകണ്ഠൻ, ഇത് വെറുതെ ചോദിക്കുന്നതല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് MLA ആണ്. അദ്ദേഹത്തെ വീണ്ടും മത്സരിപ്പിക്കുവോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായും അത്തരം താങ്കളുടെ പേര് എനിക്കറിയില്ല. ഞാൻ സുഹൃത്തേന് അഭിസംബോധന ചെയ്യട്ടെ. അത് തീരുമാനിക്കേണ്ടത് വി കെ ശ്രീകണ്ഠനാണോ? കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കണം. നിങ്ങൾക്ക് അത്ര ഔചിത്യമുള്ളൂ? ഞാൻ ചോദിക്കുന്ന അതൊന്നുമല്ല. ഞാൻ ചോദിക്കുന്നത് വി കെ ശ്രീകണ്ഠൻ പാലക്കാട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാവാണ്. അവിടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് താങ്കളല്ല. പക്ഷെ അവിടെ നടക്കുന്ന ചർച്ചകളിലൊക്കെ താങ്കളും ഭാഗവാക്കാണ്. പാലക്കാട് ജില്ലയിലെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതിൽ താങ്കളുടെ അഭിപ്രായത്തിനും പങ്കുണ്ട്. അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ? അതുകൊണ്ട് മാത്രമാണ് ചോദ്യം. പാർട്ടി നേതൃത്വത്തോടല്ലേ പറയാം, മീഡിയ വണ്ണിനോട് പറയാൻ പറ്റുമോ? പാർട്ടിയില് എനിക്കൊരു പൊസിഷൻ ഉണ്ട്. എന്നോട് ചോദിക്കുമ്പോൾ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ എന്റെ അഭിപ്രായം പറയും. അത് ഇന്നല്ലല്ലോ, ഒരു മാസം മുമ്പേ മധുസൂദനൻ മിസ്ത്രി ഉൾപ്പെടെയുള്ള കേന്ദ്ര സംസ്ഥാന നേതാക്കള് ഞങ്ങളായിട്ടൊക്കെ ചർച്ച നടത്തി ഞങ്ങൾ അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഇതുമായിട്ട് എന്ത് ബന്ധം? താങ്കളുടെ അഭിപ്രായത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ല, അതല്ല എന്റെ അഭിപ്രായം. മീഡിയ വണ്ണോട് പറഞ്ഞാൽ നിങ്ങൾ സീറ്റ് കൊടുക്കുവോ? നിങ്ങളാണോ തീരുമാനിക്കുന്നത്? അതാ ഞാൻ പറഞ്ഞ ചോദ്യത്തില് കുറച്ച് ഔചിത്യം കാണിക്കുന്ന ഒരു പത്രപ്രവർത്തനം പഠിക്കും. ഓക്കെ, രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടുത്തെ MLA ആണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ കാണുന്നത് ഒരു തെറ്റല്ല എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പറയേണ്ട കാര്യം ആണല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടുത്തെ MP ആയ താങ്കൾ കാണുന്നത് ഒരു തെറ്റല്ല എങ്കിൽ, അങ്ങനെ താങ്കൾ അദ്ദേഹത്തെ കണ്ടു എന്നുള്ള വാർത്ത വരുമ്പോൾ താങ്കൾ ഇത്രത്തോളം പ്രകോപിതനാകുന്നത് എന്തിനാണ്? എന്ത് താങ്കൾ കണ്ടു? ഞാൻ കണ്ടു, സംസാരിച്ചു എന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ ഔചിത്യമില്ലാത്ത ചോദ്യം എന്നോട് ചോദിക്കുമ്പോ നിങ്ങൾ ഒരു മര്യാദ കാണിക്കണമെന്നാ ഞാൻ തിരിച്ചു പറഞ്ഞു. അത് പ്രകോപനമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങ് സഹിച്ചോ. ഓക്കെ, വളരെയധികം വി കെ ശ്രീകണ്ഠൻ പ്രതികരിച്ചതിന്. രാഹുൽ മാങ്കൂട്ടത്തിലുമായി നമ്മളിപ്പോ നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രതികരണം പങ്കുവച്ചിരുന്നു. ഇപ്പോ മീഡിയ വണ്ണിലെ മാപ്രയുടെ അണ്ണാക്കിൽ ശ്രീകണ്ഠൻ പൊട്ടിക്കുന്നതാണ് നിങ്ങൾ കേട്ടത്. മനസ്സിലായില്ലേ? അപ്പോ ഒരു വല്ലാത്തൊരു അസ്വസ്ഥത, ഞാൻ ചുരുക്കി പറയാൻ വരുന്നത്, വല്ലാത്തൊരു അസ്വസ്ഥത, ഒരു വെപ്രാളം. ഈ വെള്ളത്തിൽ നിന്ന് കരക്ക് പിടിച്ചിട്ട മീനിനെ പോലെയുള്ള ഒരു വെപ്രാളം. ശ്വാസം പോയി അവസാനം സക്കറാത്തിൽ മൗത്തിലേക്ക് എത്തുക എന്നൊരു പദപ്രയോഗം ഉണ്ട്. ഇപ്പൊ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും അത് ആ പദപ്രയോഗം മനസ്സിലായിക്കൊള്ളുന്നില്ല. സക്കറാത്തിൽ മൗത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞാല് നമ്മളെ മരണ വെപ്രാളം അറിയില്ലേ? മരണം ആസന്നമായിട്ട് മരിക്കാൻ പോകുമ്പോ ആ മരണത്തെ മുന്നിൽ കണ്ട് മരണത്തിന്റെ ഒരു വെപ്രാളം ഉണ്ടല്ലോ, ആ വെപ്രാളമാണ് നമ്മൾ സക്കറാത്തുൽ മൗത്ത് എന്ന് പറയുന്നത്. ആ സക്കറാത്തുൽ മൗത്തിൽ എത്തിയിരിക്കുന്ന ഒരവസ്ഥയിലാണ് കേരളത്തിലെ വേശ്യ മാധ്യമങ്ങൾ ഉള്ളത്. മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം നിങ്ങളെ കേൾപ്പിച്ചപ്പോഴും അതേ സമാനമായ പ്രതികരണം തന്നെയാണ് ഇപ്പൊ വി കെ ശ്രീകണ്ഠനും നടത്തുന്നത്, അല്ലേ? സമാനമായ പ്രതികരണം വി കെ ശ്രീകണ്ഠനും നടത്തുകയാണ്. അപ്പോ ഒരു കാര്യം, ഇപ്പൊ രാഹുൽ ആണെങ്കിലും വി കെ ശ്രീകണ്ഠനാണെങ്കിലും അവർ രണ്ടുപേരുടെയും മണ്ഡലം എന്ന് പറയുന്നത് പാലക്കാടാണ്.
പ്രവർത്തന മേഖല എന്നൊക്കെ പറയുന്നത്. ഒരാൾ MLA ആണ്, ഒരാൾ MP ആണ്, അല്ലേ? അവര് കാണും, സ്വാഭാവികമായിട്ടും സംസാരിക്കും, പലതും ചർച്ച ചെയ്യും. ഇതൊക്കെ ഇവരോട് പറയണം എന്നുള്ളത് ഇവരാണോ നിശ്ചയിക്കുന്നത്? രാഹുലാണോ? ഇവര് കുറെ ആൾക്കാരെ നിശ്ചയിക്കുന്നുണ്ട് പല രീതിയില്. അവര് മത്സരിക്കും, ഇവര് മത്സരിക്കും, അവൻ മത്സരിക്കും. യഥാർത്ഥത്തിൽ ഇവര് നിശ്ചയിക്കുന്ന ആളാണ് മത്സരിക്കുന്നത്? അല്ല, ഇവർക്ക് വേറെ ഈ പറയുന്ന വാർത്താ ദാരിദ്ര്യങ്ങൾ ഉള്ളത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ പടച്ചു വിടണം. മീൻസ് കണ്ടന്റ് എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടമാണ്. അതുകൊണ്ട് രാഹുലുമായിട്ട് തുന്നിക്കെട്ടിയ പല വിഷയങ്ങളും ചർച്ച ചെയ്ത് ഉണ്ടാക്കണം. അതാണ് ഇപ്പൊ എന്താണ് ഈ സക്രാത്തുൽ മൗത്തിന്റെ കാര്യം? എന്താണ് ഈ മരണ വെപ്രാളം? എല്ലാവർക്കും ഉണ്ട്. അതിപ്പോ മീഡിയ വണ്ണിന് മാത്രമൊന്നുമല്ല. ഇപ്പൊ മീഡിയ വണ്ണിന് അണ്ണാക്കില് ശ്രീകണ്ഠൻ പൊട്ടിക്കുന്ന ഒരു ബൈറ്റ് എനിക്ക് കിട്ടിയത് കൊണ്ട് ഞാനത് നിങ്ങളെ കേൾപ്പിച്ചു എന്നുള്ളൂ. ഈ വെപ്രാളം കേരളത്തിലെ എല്ലാ മാധ്യമങ്ങൾക്കും ഉണ്ട്. എന്താ ഇങ്ങനെ ഒരു വെപ്രാളത്തിന് കാരണം? അത് മറ്റൊന്നുമില്ല. കഴിഞ്ഞ ഓഗസ്റ്റ് 20 മുതൽ മാധ്യമങ്ങൾ പരസ്യമായി പണിയെടുക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടിന്റെ MLA ആയ അന്ന് മുതൽ ഈ പറയുന്ന പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോ അന്ന് മുതൽ തുടങ്ങിയ പണി കഴിഞ്ഞ 2025 ഓഗസ്റ്റ് 20 മുതൽ കേരളത്തിലെ വേശ്യ മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നു. അങ്ങനെ രണ്ട് വിഭാഗം ആളുകള് മാറിയും മറിഞ്ഞും പണിയെടുത്ത് ഉണ്ടാക്കിയെടുത്തിട്ട് അവസാനം നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് വരുമ്പോ അതിൽ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താ പിന്നെ അവസ്ഥ? അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായി കഴിഞ്ഞാൽ ഈ പറയുന്ന ആളുകളുടെയൊക്കെ ഒരു അവസ്ഥ എന്തായിരിക്കും? അതാണ് ഈ പറയുന്ന സക്കറാത്തുൽ മൗത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു വല്ലാത്തൊരു വെപ്രാളത്തിനപ്പുറത്തേക്കുള്ള ഒരു ഭയമാണ്. വെപ്രാളമുണ്ട്, പക്ഷെ വെപ്രാളത്തെ മറിച്ചു വെച്ച് അല്ലെങ്കിൽ മറികടക്കുന്ന രീതിയിലുള്ള ഭയം ഇവർക്കെല്ലാവർക്കും ഉണ്ട്. എന്താ അത്ര ഭയപ്പെടാനുള്ള കാരണം എന്താണെന്നറിയാമോ? ഇപ്പൊ ഈ ഓഗസ്റ്റ് 20 മുതൽ നിങ്ങൾ രാഹുലിനെ കുറിച്ച് എന്താണ് കണ്ടത്? പൊതുവെ മുഖ്യധാര മാധ്യമങ്ങളിൽ എന്താണ് നിങ്ങൾ രാഹുലിനെ കുറിച്ച് കണ്ടത്? ആ രാഹുലിനെ കുറിച്ച് നിങ്ങൾ കണ്ടത് വെച്ച് വിലയിരുത്തിയാൽ രാഹുൽ ആരാണ്? മാധ്യമങ്ങളിൽ കണ്ട വാർത്തകളിൽ വന്ന തലക്കെട്ടുകൾ, സ്റ്റോറികൾ, പല ചർച്ചകൾ, പല രീതിയിലുള്ള ചർച്ചകൾ, ഈ ചർച്ചകളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാല് അതാണ് അത് കണ്ടിട്ടാണ്, അത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അത് മാത്രം കണ്ടിട്ട് നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിനെ വിലയിരുത്തി കഴിഞ്ഞാൽ രാഹുൽ ആരാണ്? രാഹുൽ ഒരു ബലാത്സംഗ വീരനാണ്, രാഹുൽ ഒരു പീഡന വീരനാണ്, രാഹുൽ ഒരു ക്രൂരനാണ്, രാഹുൽ ഒരു ലൈംഗിക വൈകൃതമുള്ളവനാണ്, രാഹുൽ ഒരു തെമ്മാടിയാണ്. അങ്ങനെ രാഹുലിന് പല അധികം വിശേഷണങ്ങൾ നമുക്ക് ഈ പറയുന്ന വാർത്താ മാധ്യമങ്ങളിൽ വന്ന തലക്കെട്ടുകൾ എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും, അല്ലെ? അപ്പോ എന്തിനു വേണ്ടിയാ ശ്രമം നടന്നുകൊണ്ടിരുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിലെ എന്തിനു വേണ്ടിയാണ് ശ്രമം നടന്നുകൊണ്ടിരുന്നത്? ശ്രമം നടന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ ക്രൂരനാക്കാൻ, അയാളെ ബലാത്സംഗ വീരനാക്കാൻ, പീഡന വീരനാക്കാൻ, ലൈംഗിക വൈകൃതമുള്ളവനാക്കാൻ. ഇതിനൊക്കെ വേണ്ടിയായിരുന്നു ശ്രമങ്ങൾ നടന്നുകൊണ്ടേയിരുന്നത്. അതിനു വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കയറിയ അന്ന് മുതൽ പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത്? ഇപ്പോൾ ഇത്രയും നീണ്ട കാലം പണിയെടുത്ത് ആ പണി 2025 ഓഗസ്റ്റ് 20 മുതൽ വേശ്യാമാധ്യമങ്ങൾ ഏറ്റെടുത്ത് പണിയെടുക്കാൻ തുടങ്ങിയതാണ്. ആ പണി അങ്ങനെ എടുത്ത് ഇവിടെ വരെ എത്തിച്ചിട്ട് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എന്ന് ഒരു ലിസ്റ്റ് അങ്ങ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ അവസ്ഥ? കാരണം രാഹുൽ മത്സരിച്ച അയാൾ വിജയിക്കുമെന്നുള്ള കാര്യം ഉറപ്പാ, അയാൾ പാട്ടും പാടി വിജയിക്കുമെന്നുള്ള കാര്യം ഉറപ്പാ. അപ്പോൾ പിന്നെ ഇത്രകാലം പണിയെടുത്ത് അയാളെ ക്രൂരനാക്കാനും ലൈംഗിക വൈകൃതമുള്ളവനാക്കാനും അയാളെ മോശക്കാരനാക്കാനും അധിക്ഷേപിക്കാനും നടത്തിയ ശ്രമങ്ങളൊക്കെ വെള്ളത്തിൽ വളിയിട്ടതുപോലെയാകും. അപ്പോൾ അതാണ് ഈ പറയുന്ന ഭയം എന്ന് പറയുന്നത്. വെപ്രാളത്തേക്കാൾ മറികടക്കുന്ന രീതിയിലുള്ള ഭയം അതാണ്. അപ്പോൾ ഈ പറയുന്ന ശ്രീകണ്ഠനെ പോലെയുള്ള ഒരു വ്യക്തിയുമായിട്ട് കൂടിയാലോചന നടത്തുകയാണെങ്കിൽ, കാരണം ശ്രീകണ്ഠൻ എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്നത് പോലെയുള്ള ശ്രീകണ്ഠനല്ല.
മനസ്സിലായില്ലേ? അയാൾ സൗമ്യനാണ്, അതോടൊപ്പം തന്നെ അയാൾക്ക് മറ്റൊരു ഒരു പരുക്കൻ സ്വഭാവം കൂടി അയാൾക്കുണ്ട് എന്നുള്ളതാ. അപ്പോൾ ശ്രീകണ്ഠനുമായി ചർച്ച നടത്തുന്നു. അപ്പോൾ ശ്രീകണ്ഠനുമായി ചർച്ച നടത്തുമ്പോൾ എന്താ പ്രശ്നം? ഇപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിക്കുക ഹൈക്കമാൻഡോ സംസ്ഥാന നേതാക്കളോ മുതിർന്ന നേതാക്കളോ ഒക്കെ ആയിരിക്കും. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറയുന്നത്, ഈ പ്രഖ്യാപിക്കുന്നത് ഇവരൊക്കെ ആണെങ്കിലും ഇന്ന ആൾ ഇന്ന സ്ഥലത്ത്, ഇപ്പോൾ പട്ടാമ്പിയിൽ പാലക്കാട് കാര്യം പറയാം, പാലക്കാട് ഇന്ന ആൾ, പട്ടാമ്പിയിൽ മറ്റൊരാൾ, മണ്ണാർക്കാട്, ഷൊർണൂർ, തൃത്താലയിൽ, ആലത്തൂർ, അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ ആൾ എന്ന് പറഞ്ഞ് സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് കൈമാറുന്നത് അതിൽ ഒരാൾ വി.കെ. ശ്രീകണ്ഠനാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടം എങ്ങാനും മത്സരിക്കുമോ എന്നുള്ളതാണ് ഭയം. ഈ ഭയം എവിടെ നിന്ന് തുടങ്ങിയിട്ടുണ്ട് അറിയോ? ഇപ്പം കഴിഞ്ഞ ദിവസം കേരളത്തിലെ കുറച്ച് മാധ്യമ പ്രവർത്തകർ കൂടിയിട്ട് മല്ലികാർജുൻ ഖാർഗെക്ക്, രാഹുൽ ഗാന്ധിക്ക്, പ്രിയങ്ക ഗാന്ധിക്കൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കണം ഒരു കത്ത് എഴുതിയിട്ടുണ്ട്. എന്നാൽ ആരാ ഈ സംരക്ഷിക്കുന്ന ആളുകൾ? അതും കൂടി പറയണമല്ലോ. അപ്പോൾ ഇത്തരം കത്തുകളൊക്കെ നിരന്തരം ഉണ്ടാവുന്നത് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ വ്യക്തിയാണ്. ഇപ്പോൾ കേരളത്തിലെ നേതാക്കളോട് പറഞ്ഞാൽ കേരളത്തിലെ നേതാക്കൾ എന്ത് പറയും? അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്, അയാൾക്കെതിരെ തന്നെ വലിയ നടപടിയാണ് എടുത്തിരിക്കുന്നത്, അയാളെ സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഇന്ന് പാർട്ടിയിൽ ഉണ്ടാകുമായിരുന്നു അല്ലേ? അയാൾ പാർട്ടിയിലില്ല. അപ്പോൾ പിന്നെ കത്ത് എഴുതിക്കൊണ്ടിരിക്കുക. അതെന്താ അറിയാ, രാഹുലിൻ്റെ പേര് ലിസ്റ്റിലുണ്ട് എന്ന് ആരോ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അതാണ് ഈ ഭയം, അതാണ് ഈ കത്ത്, അതാണ് ഈ അജണ്ട, അതാണ് ഈ സക്രാത്തുൽ മൗത്ത്, അതാണ് ഈ വെപ്രാളം. രാഹുൽ ശ്രീകണ്ഠനെ കാണുമ്പോഴേക്കും വെപ്രാളം. എന്നാൽ യഥാർത്ഥത്തിൽ മാപ്രകൾക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. എന്താത്? രാഹുൽ ശ്രീകണ്ഠനെ കണ്ടതിനേക്കാളും വലുതാണ് അണിയറയിൽ നടക്കുന്നത് എന്നുള്ളത്. എന്താണെങ്കിലും രാഹുൽ മാങ്കൂട്ടവും ശ്രീകണ്ഠനും ചർച്ച നടത്തി ഇറങ്ങി എന്ന് പറയുമ്പോഴേക്കും ഒരുപാട് ആളുകൾക്ക് കുരുപൊട്ടുന്നുണ്ട്. ഇപ്പം ഇവരോടൊക്കെ നമുക്കെന്താ പറയാനുള്ളത്? പൊട്ടുന്നുണ്ടാ? പൊട്ടിക്കോട്ടെ. സങ്കടമാവുന്നുണ്ടാ? ആയിക്കോട്ടെ. വേദനിക്കുന്നുണ്ടാ? വേദനിച്ചോട്ടെ. സഹിച്ചോളി, നന്നായിട്ട് അങ്ങോട്ട് സഹിച്ചോളി, ഇരുന്നങ്ങോട്ട് കരയി. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊരു നാടൻ പ്രയോഗമുണ്ട്, എന്താ മതി, മുള്ളുമുരിക്ക്. അറിയോ? അറിയില്ലെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഗൂഗിളിൽ. മുള്ളുമുരിക്ക് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ആ മുള്ളുമുരിക്കിൽ പോയി കയറിയാൽ മതി എന്ന് പറയും. നമ്മൾ സാധാരണ ഒരു നാടൻ പ്രയോഗമായിട്ടേ നമ്മൾ ചില ആളുകളോട് പറയും, നിനക്ക് അതുണ്ടെങ്കിൽ നീ എന്താക്കുക, ആ മുള്ളുമുരിക്കിൽ പോയി കയറുക എന്ന് പറയാറുണ്ട്. അത് ചെയ്താൽ മതി. അപ്പോൾ കുറച്ചൊരു ആശ്വാസം കിട്ടും, ഒരു സുഖം കിട്ടും. ചെയ്തോളി കേട്ടോ എല്ലാവരും.